മാർത്ത. രചന PM നൗഫൽ. അവതരണം ഷാമിനി ഗിരീഷ്. വടക്കൻ ലെബനോണിലെ ബിസ്ഹാരി ഗ്രാമത്തിൽ വന്ന് ആരോട് ചോദിച്ചാലും കൃത്യമായി അറിയാവുന്ന ഒരേയൊരു പേര് മാർത്തയുടേത് മാത്രമാണ്. ചന്തയുടെ ഒത്ത നടുക്ക് പഴക്കട നടത്തിയിരുന്ന, പിന്നീട് കറുപ്പ് വിറ്റതിന് സർക്കാർ പൂട്ടി സീൽ വെപ്പിച്ച മാഗിയാൻ്റിയെ പോലും ഇവിടെ പകുതി പേർക്കേ അറിയൂ. പക്ഷേ മാർത്ത ലെബനോൺ മുഴുവനായി പരന്നു കിടക്കുന്ന മരനിരകൾ പോലെയാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ബിസ്ഹാരിയിലെ വേശ്യ. ഇവിടുത്തെ പുരുഷന്മാരെ തരംതിരിക്കുന്നത് പോലും മാർത്തയുടെ അടുത്ത് പോയവരും പോകാത്തവരും എന്നാണ്. ബോസ്റ്റണിൽ നിന്ന് നാടുകടത്തപ്പെട്ട പ്രശസ്ത പ്രണയകവി എറിക് ലൂഷ്യോയോട് ബിസ്ഹാരി ഇഷ്ടപ്പെട്ടോ എന്ന ചോദ്യത്തിന് ഗ്രാമത്തേക്കാൾ മാർത്തയെ പ്രണയിച്ചു തുടങ്ങി എന്നാണ് പറഞ്ഞത്. അവളേക്കാൾ നല്ല കവിതയില്ലെന്നും പറഞ്ഞു. നിത്യം മാർത്തയോടൊപ്പം കഴിഞ്ഞ അയാളുടെ പുസ്തകങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചാണ് ഇവിടുത്തെ സ്ത്രീകൾ പ്രതിഷേധിച്ചത്. ഒരിക്കൽ മാത്രം ഞാനും കണ്ടിട്ടുണ്ട്. വില്ല ദ ഗാസയിൽ മഴ നിർത്താതെ പെയ്ത അന്ന്. സ്കൂളിൽ വെള്ളം കയറി കുട്ടികൾ വീടുകളിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരുന്ന സമയത്ത്. ഫ്രെഡയോടൊപ്പം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കവേ വെള്ള കുതിരവണ്ടിയിൽ മാർത്ത പോകുന്നത് കണ്ടു. കൂടെ ആ എഴുത്തുകാരൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് മാർത്തയാണതെന്ന് മനസ്സിലായത്. ഞാൻ മഴയെയും ഫ്രെഡയെയും മറന്നു. ആ സ്ത്രീയെ നോക്കി നിന്നുപോയി. അന്ന് എനിക്ക് 15ഉം മാർത്തയ്ക്ക് 30ഉം വയസ്സ് കാണണം. വെളുത്ത നീണ്ട മുഖം, വെള്ളാരങ്കല്ലുകൾ കണക്കെയുള്ള കണ്ണുകൾ വീശിയൊരു നോട്ടം എനിക്ക് കിട്ടുന്നത് വരെ ഞാൻ നിന്നിടത്ത് തന്നെ നിന്നു. അന്ന് തൊട്ടാണ് മാർത്തയെ ഞാൻ പ്രണയിച്ചു തുടങ്ങിയത്. സ്വപ്നങ്ങളിൽ പോലും കണ്ടുമുട്ടാത്ത സൗന്ദര്യമുള്ള ഈ സ്ത്രീ എന്തിനു വേശ്യാപ്പണി തിരഞ്ഞെടുത്തു എന്നതാണ് അത്ഭുതം. ഫ്രിഡ എന്നെ കൂട്ടാതെ പോയതും വെള്ളം പാതി മുട്ടോളം കയറിയതും ഞാൻ അറിഞ്ഞില്ല. ഞായറാഴ്ചകളിൽ മാത്രം അമ്മ കേക്കുകൾ ഉണ്ടാക്കുമായിരുന്നു. ഫ്രിഡയും സഹായിക്കാൻ എന്ന പേരിൽ വരാറുണ്ടായിരുന്നു. മാർത്തയെ കൈവീശി കാണിച്ചത് തൊട്ട് അവൾ എന്നോട് മിണ്ടാതായി. ഞാനും എല്ലാ പുരുഷന്മാരെ പോലെ ആണത്രേ. കേക്കുണ്ടാക്കുന്നതിനിടയിലാണ് അമ്മയോട് മാർത്തയെ കണ്ട കാര്യം പറഞ്ഞത്. ആ പിഴച്ചവളെ കാണുന്നത് പോലും പാപമാണ്. ഒന്നും മിണ്ടാതെ മുട്ടകൾ പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടുകൊണ്ടിരുന്ന അച്ഛനെ നോക്കിയാണ് അമ്മയത് പറഞ്ഞത്. അതിന് കാരണവുമുണ്ട്. പണ്ട് അമ്മ മാഗി ആൻറ്റിയുടെ കടയിൽ വെണ്ണ വാങ്ങാൻ പോയ സമയത്ത് ആ കിഴവൻ മൊസാദ് കൊടുത്ത ബ്രാൻഡിയും കുടിച്ച് അച്ഛൻ മാർത്തയെക്കുറിച്ച് നടു റോഡിൽ നിന്ന് പാടിയിട്ടുണ്ട്. മാർത്ത എറസ് കോമോ ഉൻ ഓഷ്യാനോ കോമോ ഉൻ സുയനോ വൈക്രേ ക്യൂ ദേ കോൺസെഗ്രോ പ്രോന്തോ. സ്പാനിഷിലാണ് പാടിയത്. ഇവിടെ അച്ഛനും തക്കാളി വിൽക്കാൻ വരുന്ന ആൾക്കും മാത്രമേ സ്പാനിഷ് അറിയൂ. പാട്ട് നിർത്തി അച്ഛൻ അമ്മയെ തെറിയും വിളിച്ചു. മാർത്തയുമായി തട്ടിച്ചു നോക്കിയാൽ നിന്റെ അമ്മയെ മലമുകളിൽ നിന്ന് എറിഞ്ഞു കൊല്ലേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതും അമ്മ വന്നതും ഒരുമിച്ചായിരുന്നു. 1 മാസത്തോളം അമ്മ അച്ഛനോട് മിണ്ടിയിട്ടേയില്ല. അതിനുശേഷം മാർത്തയുടെ പേര് പറഞ്ഞാൽ അച്ഛൻ തല കുനിച്ചേയിരിക്കൂ. എങ്കിലും ഇവിടുത്തെ എല്ലാ പുരുഷന്മാർക്കും അവളെ എപ്പോഴും ഇഷ്ടമാണ്. അത്ര തന്നെ സ്ത്രീകൾക്ക് വെറുപ്പുമാണ്. ആ കണ്ണുകളോടായിരുന്നു ആദ്യം എനിക്ക് പ്രണയം. പിന്നീട് മാർത്തയെ സ്നേഹിക്കണമെന്നും അവളോടൊപ്പം കുറേ നേരം വെറുതെ ഇരിക്കണമെന്നും തോന്നി. ഒടുവിൽ ഭ്രാന്തിൻ്റെ വക്കിലെത്തിയപ്പോൾ സ്കൂളിൽ ലൂക്കിനോട് മാത്രം ഞാൻ ഇക്കാര്യം പറഞ്ഞു. അവൻ ചിരിച്ചു. എനിക്കും അവരെ കാണാൻ കൊതിയുണ്ട്. എൻ്റെ അച്ഛൻ എത്ര വട്ടം അവിടെ പോയിട്ടുണ്ടെന്നോ. ഒരിക്കൽ 1 വർഷത്തെ മുഴുവൻ സമ്പാദ്യവും അവൾക്ക് കൊണ്ടുപോയി കൊടുത്തു. എനിക്കവരെ ഒന്നുകൂടി കാണണം. അന്ന് ശരിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതിനൊക്കെ വഴിയുണ്ട്. ഒരു ദിവസത്തേക്ക് കുറഞ്ഞത് 50 ഷില്ലിങ്ങെങ്കിലും അവൾ വാങ്ങും. അത്രയധികം പണം നിൻ്റെ കയ്യിലുണ്ടോ? എനിക്കൊന്ന് കണ്ടാൽ മതി. ഒരു ദിവസമൊന്നും വേണ്ട. കാണാൻ മാത്രമോ? അത് പോരാ. 25 ഷില്ലിംഗ് ഞാൻ സംഘടിപ്പിക്കാം. 25 നീയും ഒപ്പിക്കുമോ? എങ്കിൽ ഒരു രാത്രി മുഴുവൻ മാർത്തയുടെ കൂടെ ചെലവഴിക്കാം. രാത്രി വേണ്ട, വൈകുന്നേരം ഷാലോം നദിക്കരയിൽ വെച്ച് മതി. നദിക്കരയിലോ? അതിനവർ സമ്മതിക്കില്ല. ലൂക്ക്, എനിക്കവളുടെ ശരീരം വേണ്ട. അതെത്ര ആളുകൾക്ക് കൊടുത്തതായിരിക്കും. എനിക്കവളെ പ്രണയിച്ചാൽ മതി. നിനക്ക് ഭ്രാന്താണ്. അവർക്ക് നിൻ്റെ അമ്മയുടെ വയസ്സ് കാണും. പിന്നെ പ്രണയിക്കാനാണെങ്കിൽ നിനക്ക് ഫ്രെഡയെ തിരഞ്ഞെടുത്തുകൂടെ? അവൾക്ക് നിന്നോട് അടങ്ങാത്ത ഇഷ്ടമാണ്. ഫ്രെഡയെ എനിക്കിഷ്ടമാണ്, പക്ഷേ പ്രണയമില്ല. ലൂക്ക്, ജീവിതത്തിൽ 1 വട്ടം മാത്രം കണ്ട ഒരു സ്ത്രീയെ ഞാൻ ഇത്ര കണ്ട് പ്രണയിക്കണമെങ്കിൽ അവൾ എത്രമാത്രം എന്നെ ആകർഷിച്ചിരിക്കണം. എങ്കിലും ഒരു വേശ്യയെ. നീ അത് വിടൂ. ഹൃദയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കൂ. നീ അവളുടെ കണ്ണുകൾ കണ്ടിട്ടുണ്ടോ?
ഷാലോം നദിയിൽ നിന്ന് നമ്മൾ പണ്ട് മുങ്ങിയെടുക്കാറുള്ള വെള്ളാര കല്ലുകൾ കണക്കേയിരിക്കും. എനിക്ക് അവളുടെ ചുണ്ടുകളും മുലകളുമാണ് ഇഷ്ടം. ഒരിക്കൽ കൂടി എനിക്ക് അവളെ കാണണം ലൂക്ക്. അവളെ ഞാൻ പ്രണയിക്കുന്നു എന്ന് പറയണം. അവൾ നിന്നെ ആട്ടിപ്പായിക്കും. ബിസ്ഹാരിയിൽ കുറേ നാളത്തേക്കുള്ള തമാശയായിരിക്കും നീ. സാരമില്ല, വല്ലാത്ത ഭ്രാന്ത് തന്നെ. ലൂക്ക്, നിനക്കെന്നെ സഹായിക്കാൻ കഴിയും. നീ അവരെ ചെന്ന് കാണുമോ? ഒരു ദിവസം നമുക്ക് വേണ്ടി ചോദിക്കുമോ? 50 ഷില്ലിംഗ് ഇല്ലാതെ അവളുടെ കാവൽക്കാരൻ അകത്തോട്ട് കടത്തിവിടില്ല. അത് നാം കണ്ടെത്തിയേ തീരൂ. പാതി നീ കണ്ടെത്തൂ. നീ ആദ്യം ഒന്ന് അന്വേഷിച്ചു വരൂ. ബിസ്ഹാരിയിൽ മഞ്ഞുകാലത്തിൻ്റെ തുടക്കമായിരുന്നു. വഴികളുടെ ഇരുവശവും വെളുത്ത മേഘങ്ങൾ കണക്കെ മഞ്ഞുകൂനകൾ നിറഞ്ഞു. ലൂക്കിനെ പിന്നെ കണ്ടിട്ടില്ല. സ്കൂൾ അവധിക്ക് പിരിയുമ്പോൾ എല്ലാം ശരിയാക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞാണ് അവൻ പോയത്. മനസ്സ് നിറയെ മാർത്തയാണ്. വൈകുന്നേരങ്ങളിൽ തീ കായാനിരിക്കുമ്പോൾ അച്ഛനോട് മാർത്തയെപ്പറ്റി പാടാറുള്ള പാട്ട് ഒരിക്കൽ കൂടി പാടാൻ പറഞ്ഞു. ഇല്ല, നിന്റെ അമ്മ കേട്ടാൽ അത് മതി. ഞാനില്ല. മാർത്തയുടെ പേരില്ലാതെ ബാക്കി മാത്രം പാടിയാൽ മതി. 6ാമത്തെ ദിവസവും അപേക്ഷ തുടർന്നപ്പോൾ മനസ്സലിഞ്ഞിട്ടാകണം അച്ഛൻ പാടി. തണുത്ത ശരീരത്തിലേക്ക് തീയേക്കാൾ ചൂട് പകർന്ന് ആ വരികൾ ഷാലോം നദിയിലേക്ക് ഒഴുകിപ്പോയി. മഞ്ഞുകാലം തുടങ്ങിയതിൻ്റെ 3ാമത്തെ ആഴ്ച ലൂക്ക് വന്നു. രോമക്കുപ്പായവും മുട്ടുവരെ എത്തുന്ന സോക്സും ധരിച്ച് അവൻ ഉമ്മറത്തിരുന്നു. മാർത്തയെ കണ്ടോ? ദിവസം തീരുമാനിച്ചോ? കുറേ കഷ്ടപ്പെട്ടു. ആ തടിയൻ കാവൽക്കാരന് 2 ഷില്ലിംഗ് കൊടുക്കേണ്ടി വന്നു. അത് കുഴപ്പമില്ല. അവരെന്തു പറഞ്ഞു? മഞ്ഞുകാലം തീരുന്നതിന് മുമ്പ് ചെല്ലണമെന്ന്. അത് കഴിഞ്ഞാൽ അവർ ഈജിപ്തിലേക്ക് പോകുമെന്ന്. അതിനി അധികം നാളില്ല. 2 ആൾക്കും കൂടി 80 ഷില്ലിംഗാണ് പറഞ്ഞിരിക്കുന്നത്. ഓ, അത് വളരെ കൂടുതലല്ലേ? നീ പറഞ്ഞില്ലേ എനിക്ക് കണ്ടാൽ മാത്രം മതിയെന്ന്. അതൊന്നും അവർക്കറിയേണ്ട. അവിടെ തിരക്ക് കൂടുതലാണിപ്പോൾ. നീ എന്തു ചെയ്യും പണമുണ്ടാക്കാൻ? അവൻ രോമക്കുപ്പായത്തിൻ്റെ കീശയിൽ കൈയിട്ടു. 5 നോട്ടുകൾ പുറത്തെടുത്തു. 50 ഷില്ലിംഗ്. ഇതെവിടെ നിന്ന് കിട്ടി? അച്ഛൻ കുടിച്ചു ബോധമില്ലാതെയാണ് നടക്കുന്നത്. ഓരോ ദിവസവും കുറേശ്ശെ എടുത്തു. നീ 30 മാത്രം കൊണ്ടുവന്നാൽ മതി. ഞാൻ നിന്നെ അറിയിക്കാം ലൂക്ക്. നീ അവളെ കാണുമ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നില്ലേ? അറിയില്ല, ഞാൻ അവളുടെ മാറിടത്തിൽ നോക്കി മാത്രമാണ് സംസാരിച്ചത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴെല്ലാം 30 ഷില്ലിങ്ങിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു. അമ്മ വഴക്ക് പറഞ്ഞത് മൂലം കിഴവൻ മൊസാദ് അച്ഛന് മദ്യം കൊടുക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലൂക്ക് പണം കണ്ടെത്തിയതുപോലെ അത്ര എളുപ്പത്തിൽ പണം കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. ഒരു വഴി കണ്ടെത്തിയേ തീരൂ. ഉറക്കത്തിൻ്റെ പാതിയിൽ ഒരു തോണി നിറയെ നീലപ്പൂക്കളുമായി മാർത്തയോടൊപ്പം യാത്ര പോകുന്നത് സ്വപ്നം കണ്ടു. അവളുടെ കണ്ണുകൾ നോക്കിയിരുന്നു. അച്ഛൻ പാടാറുള്ള പാട്ട് ഉറക്കെ പാടുന്നതായും കണ്ടു. രാവിലെ അമ്മയോട് 10 ഷില്ലിംഗ് ചോദിച്ചു നോക്കി. അത്രയും പണമുണ്ടായിരുന്നെങ്കിൽ മഞ്ഞിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു രോമക്കുപ്പായം വാങ്ങാമായിരുന്നു എന്ന് അമ്മ പരാതി പറഞ്ഞു. പ്രണയത്തിലാവുക എന്നാൽ പൂർണ്ണമായും ലഹരിയിൽ മുങ്ങുക എന്നാണ്. ചിന്തകളിൽ മാർത്തയെ ചുമന്ന് നടക്കുക. ഞാൻ തീർത്തും ഒരു ഉന്മാദിയായി മാറിക്കഴിഞ്ഞിരുന്നു. തവിട്ട് നിറത്തിലുള്ള പാത്രത്തിലാണ് അമ്മ പണം സൂക്ഷിച്ചിരുന്നത് എന്ന് കണ്ടെത്താൻ 3 ദിവസമെടുത്തു. അതിൽ നിന്ന് 2 ഷില്ലിംഗ് എടുത്തു. മാർത്തയെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് കുറ്റബോധം തോന്നിയില്ല. ഒരുമിച്ചെടുത്താൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതിനാൽ 2 ഷില്ലിംഗ് വീതം ഓരോ ദിവസവും എടുത്തുകൊണ്ടിരുന്നു. 7ാം ദിവസം അച്ഛൻ കൈയോടെ പിടിച്ചു. എന്നു തൊട്ടാണ് മോഷ്ടിക്കാൻ തുടങ്ങിയത്? ഞാൻ അതുവരെ എടുത്തത് മുഴുവൻ അച്ഛന് മുൻപിൽ വെച്ചു. ഇത്രയും പണത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? അത് പറയൂ. എനിക്ക് മാർത്തയെ കാണണം. ഞാൻ അവരെ പ്രണയിക്കുന്നുണ്ട്. മാർത്തയെയോ? നീയോ? എനിക്കവരെ ഒന്ന് കാണണം. കണ്ടാൽ മാത്രം മതി. 30 ഷില്ലിങ്ങില്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. നിറഞ്ഞ കണ്ണുകളുമായി അച്ഛനൊപ്പം താഴ്വാരത്തേക്ക് നടന്നു. വെറുതെ കാണാൻ വേണ്ടി മാത്രം തന്നെയാണോ? അതെ, എനിക്കവരോട് പ്രണയമുണ്ട്. അതറിയിക്കണം. അവരുടെ കണ്ണുകൾ എൻ്റെ ഉറക്കം കളയുന്നു. അത്രമാത്രം. അച്ഛനോടിത് പറയാൻ നിനക്ക് നാണം തോന്നുന്നില്ലേ? ഇല്ല. അച്ഛനും മാർത്തയെ ഇഷ്ടമാണ് അല്ലേ? കുറച്ചു നേരം താഴ്വാരത്തേക്ക് നോക്കി നിന്ന് അച്ഛൻ ചിരിച്ചു. തിരിച്ചു നടക്കുമ്പോൾ ചുരുട്ടിപ്പിടിച്ച എൻ്റെ കയ്യിൽ 30 ഷില്ലിംഗ് ഉണ്ടായിരുന്നു. എന്നാണ് പോകുന്നതെന്ന് തീരുമാനിച്ചോ? ഇല്ല. ആരും അറിയരുത്. അമ്മ ഒരിക്കലും അറിയരുത്. പോകുന്നതും ഞാൻ പണം തന്നതും. ഇല്ല, ആരും അറിയില്ല.
മഞ്ഞുകാലം തീരാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഞങ്ങൾ മാർത്തയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. സത്യത്തിൽ ഓടുകയായിരുന്നു. ലൂക്ക് വഴിനീളെ സംസാരിച്ചുകൊണ്ടിരുന്നു. മാർബിളുകൾ നിരത്തിയ ഹാളിൽ കാത്തിരുന്നു. മുഷിയും മുമ്പേ ഒരു സ്ത്രീ ചുവന്ന പാനീയം കൊണ്ടുവച്ചു. ഇത് കുടിക്കൂ. 10 നിമിഷം കഴിഞ്ഞ് ആ കാണുന്ന മുറിയിലേക്ക് ചെന്നോളൂ. 2 പേരും ഒരുമിച്ച് പറ്റില്ല, ഓരോരുത്തരായി. ആദ്യം ആരാണെന്ന് തീരുമാനിച്ചോ? ലൂക്ക് ഗ്ലാസ്സിലിരുന്നത് ഒറ്റ വലിക്ക് മോന്തിയിട്ട് എഴുന്നേറ്റു. ഞാനാണ് ആദ്യം. ആ സ്ത്രീ ചിരിച്ചു. ഇപ്പോഴല്ല, 10 നിമിഷം കഴിഞ്ഞു ചെല്ലൂ. അവൻ ഇരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. വെളുത്ത വിരികൾ കൊണ്ട് മറച്ച ആ മുറിയിലേക്ക് നോക്കിയിരുന്നു. ഒന്നും കാണാനായില്ലെങ്കിലും ആ വിരികൾക്കപ്പുറത്ത് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കണ്ണുകളുമായി ഒരു സ്ത്രീ ഇരിക്കുന്നു എന്നത് എത്ര മനോഹരമായ കാര്യമാണ്. 10 നിമിഷം കഴിഞ്ഞു ലൂക്ക് പോയി. ഞാൻ എണീറ്റ് ഹാളിന് നടുവിൽ വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി. എല്ലാ ചിത്രങ്ങളിലും നീലനിറം കടന്നു വന്നിരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. ഒരുപാട് നേരം കഴിഞ്ഞാണ് ലൂക്ക് മടങ്ങി വന്നത്. വന്നയുടനെ അവൻ കസേരയിലിരുന്നു. നോക്കൂ, ഈ നിമിഷം, ഈ ഇരിപ്പിൽ ഞാൻ മരിച്ചു പോയാൽ കൂടി ഞാൻ സങ്കടപ്പെടുന്നില്ല സുഹൃത്തെ. എന്തുപറ്റി? ഒന്നുമില്ല. ജീവിതത്തിൽ ഇത്ര മനോഹരമായ ഒരു ദിനമുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഞാൻ എണീറ്റു. അവൻ പിന്നെയും വേറെന്തൊക്കെയോ പെറുപെറുക്കുന്നുണ്ടായിരുന്നു. വെളുത്ത വിരികൾ മാറ്റി കട്ടിലിൽ മാർത്ത ഇരിപ്പുണ്ടായിരുന്നു. വരൂ, ഇനി അധികം സമയമില്ല. പറഞ്ഞ സമയത്തിൻ്റെ ഭൂരിഭാഗവും നിങ്ങളുടെ സുഹൃത്ത് ചിലവഴിച്ചു കഴിഞ്ഞു. ഞാൻ അടുത്തു ചെന്നു. ഈ പ്രായത്തിലുള്ള കുട്ടികൾ എൻ്റെ അടുത്ത് വരുന്നത് ഇതാദ്യമല്ല. എങ്കിലും നിങ്ങളെന്നെ ചിരിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് വന്നിരിക്കുന്നത് എന്നതിൽ എന്തെങ്കിലും ധാരണയുണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ല. കിടക്കയിലിരുന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവരെന്നെ നോക്കി ചിരിച്ചു. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? മതി. അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി എങ്ങനെ ഇരിക്കണം. അവൾ എഴുന്നേറ്റു. വിരലുകളിൽ തൊട്ടു. ഞാൻ കൈ പിൻവലിച്ചു. തൊടരുത്. നോക്കൂ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ആദ്യം കണ്ടതു മുതൽ നിങ്ങളോടുള്ള ഭ്രാന്തമായൊരിഷ്ടം. ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നു. ആ മുറി മുഴങ്ങുമാർ ഉച്ചത്തിൽ അവൾ ചിരിച്ചു. പ്രണയമോ? എന്നോടോ? ബിസ്ഹാരിയിൽ വന്നതിന് ശേഷം ഞാൻ കേട്ട ഏറ്റവും നല്ല തമാശയാണിത്. കാലങ്ങളോളം ഇതെന്നെ ചിരിപ്പിച്ചേക്കും. എനിക്ക് നിങ്ങളോട് പ്രണയമാണ്. അതെങ്ങനെയാണ് തമാശയാകുന്നത്? പ്രിയപ്പെട്ടവനെ, എന്നിട്ടാണോ ഒന്ന് തൊടാൻ പോലും നീ എന്നെ അനുവദിക്കാത്തത്? അവൾ എന്നോടടുത്തു. ചുണ്ടുകൾ തമ്മിൽ നൂലകലം മാത്രം. ഞാൻ എണീറ്റു. എന്നെ തൊടരുത്. നിങ്ങളുടെ ശരീരം എനിക്കിഷ്ടമല്ല. ബിസ്ഹാരിയിലെ വേശ്യയുടെ ശരീരം മോഹിച്ചല്ല ഞാൻ വന്നത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് മാർത്ത. നിങ്ങളെൻ്റെ ഉറക്കം കളയുന്ന സ്വപ്നമാണ്. ഇതാദ്യമാണ് ഇങ്ങനൊരാൾ. അത് പോട്ടെ, നിന്റെ പ്രണയം ഞാൻ കേട്ടുകഴിഞ്ഞു. തിരിച്ചെന്നോട് പ്രണയിക്കണമെന്ന് പറയരുതേ. ഇല്ല. പറയൂ, നിനക്കനുവദിച്ചിരിക്കുന്ന സമയം കഴിയും വരെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വെറുതെ ഒന്നും ചെയ്യാതെ എന്നെ നോക്കിയിരുന്നാൽ മതി. ശരി, നിനക്ക് സന്തോഷം ലഭിക്കുമെങ്കിൽ വെറുതെ ഞാനും നിന്നെ പ്രണയിക്കുന്നു എന്ന് പറയട്ടെ. എന്തിന്? ആ വാക്കുകൾ എനിക്കൊരു സന്തോഷവും നൽകുന്നില്ല. നിങ്ങളുടെ കണ്ണുകൾക്ക് വശ്യമായൊരു തിളക്കമുണ്ട്. അന്ന് ആ കുതിരവണ്ടിയിലിരുന്ന് എന്നെ നോക്കിയില്ലേ, എൻ്റെ ആത്മാവ് പൊള്ളിപ്പോയിരുന്നു. അതെന്തൊരു നോട്ടമായിരുന്നു. അവൾ ചിരിച്ചു. വീട്ടിലേക്ക് നടക്കും വഴി ലൂക്ക് ഒരു പാട്ട് പാടി. ഇത്രയധികം സന്തോഷത്തിൽ അവനെ ഞാൻ മുൻപ് കണ്ടിട്ടില്ല. മാർത്ത ഈജിപ്തിൽ നിന്ന് വന്നാലുടൻ നമുക്കൊരിക്കൽ കൂടി വരണം. ഒരിക്കൽ കൂടിയല്ല, മാസത്തിലൊരിക്കൽ. അല്ലല്ല, ആഴ്ചയിൽ 2 വട്ടമെങ്കിലും. ആ നാറിയ എഴുത്തുകാരൻ ലൂഷ്യയോട് അസൂയ തോന്നുന്നു. ഇല്ല ലൂക്ക്, ഇനി ഒരിക്കൽ കൂടി മാർത്തയെ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ? അവളോടുള്ള പ്രണയം തീർന്നോ? ഒരിക്കലുമില്ല. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ തീവ്രമായി ഞാൻ അവളെ പ്രണയിക്കുന്നു. പിന്നെന്താ? പക്ഷേ ഇനി ഒരിക്കലും എനിക്ക് അവളെ കാണേണ്ടതില്ല. എന്തുകൊണ്ടില്ല? ലൂക്ക്, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ചിലതുണ്ട്. ആവർത്തിച്ചാൽ എന്നേക്കുമായി ഭംഗി നഷ്ടപ്പെട്ടേക്കാവുന്ന ചിലത്. മാർത്തയും അത്തരമൊന്നാണ്. എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലാകില്ല, കാരണം ഞാൻ അവളെ പ്രണയിക്കുന്നു. ബിസ്ഹാരിയിൽ മഞ്ഞുകാലം അവസാനിക്കുകയാണ്. ഇനി വസന്തമാണ്. ശ്രീ PM നോഫൽ എഴുതിയ മാർത്ത എന്ന രചനയാണ് നമ്മളിപ്പോൾ കേട്ടത്. നിങ്ങളുടെ രചനകൾ ഇതുപോലെ ഈ ചാനലിൽ ഓഡിയോ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് അവ മലയാളം ടെക്സ്റ്റോടു കൂടി storytellingcouple@gmail.com എന്ന മെയിൽ അഡ്രസ്സിൽ അയച്ചു തരിക.
അതോടൊപ്പം നിങ്ങളുടെ മേൽവിലാസം, ഫോൺ നമ്പർ, ഫേസ്ബുക്ക് പ്രൊഫൈൽ ലിങ്ക് എന്നിവ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. കൂട്ടത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണവും ഒരു ഫോട്ടോയും ചേർക്കുക. തിരഞ്ഞെടുക്കുന്നവ ഞങ്ങൾ ഈ ചാനലിൽ ഓഡിയോ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അയക്കുന്നത് നിങ്ങളുടെ സ്വന്തം രചനയായിരിക്കണം. കഥകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.